സ്വാഗതം. ഒന്നുമില്ലേ ചിപ്പു? ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് 2-3 വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടി വരുന്നൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്ക് ഹോസ്പിറ്റലിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായത്. 2 മണി മുതൽ 3 മണി വരെ ഡോക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 മണിക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 12 മണി വരെ ഉണ്ടാവും. 9 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 2 to 3 ഡോക്ടർ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ 2 മണിക്ക് എത്തിയെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. കാരണം 2 മണി മുതൽ 3 മണി വരെ ഞങ്ങൾ അവിടെ ടോക്കൺ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ടോക്കൺ എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ടോക്കണിൻ്റെ ടൈം എത്തുമ്പോഴത്തേക്ക് ഡോക്ടർ പോയിട്ടുണ്ടായേ. അങ്ങനെ തിരിച്ച് നേരെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തിരിച്ച് പിന്നെ ഞങ്ങൾ വിട്ടു കേട്ടോ. കാരണം ഡോക്ടർ പോയ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെമ്മു അവിടെ നല്ല ചൂട് കേങ്ങൂരി കിട്ടുന്നിടയ്ക്ക് നിർത്തിയിട്ട് ഞങ്ങൾ നല്ല ചൂട് കേങ്ങൂരി വാങ്ങി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. എനിക്ക് കണ്ടില്ല, എനിക്ക് പിടിക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ എങ്ങോട്ടേക്കാണ് പോണതെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മറ്റാരുമല്ല, ഒരു ഇലക്ട്രിക്കിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേരിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ചെമ്മുവാണ് കേട്ടോ ഓടിക്കൊക്കെ ചെയ്യാൻ. എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എടുക്കണം. ഞങ്ങൾ അന്നേരം ബുക്ക് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഏതറിൻ്റെ ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വണ്ടി എടുക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് അവിടുന്ന് അവർ ഗിഫ്റ്റ് തന്നു കേട്ടോ. കാരണം ഫോട്ടോസും കാര്യങ്ങളും പിന്നെ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം എനിക്ക് വണ്ടി എടുത്ത് എന്തായാലും പുറത്തിറങ്ങാൻ കഴിയില്ല, എനിക്ക് ബൈക്കിൽ കയറാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ ഇറക്കി തന്നെ, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അവനും കസിനും കൂടി വന്നിട്ടാണ് കേട്ടോ പിന്നെ വണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ എടുക്കുമ്പോൾ എടുക്കുന്ന ടൈമിൽ ഞാൻ പിന്നെ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഒട്ടും ക്ഷമയില്ലാതെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് അപ്പോൾ തന്നെ പൊളിച്ച് നോക്കണം കേട്ടോ. നല്ല 6 ചെറിയ ബൗളും ഒരു വലിയ ബൗളും വരുന്ന ഒരു സെറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായേ. പിന്നെ ഞങ്ങൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനവിടെ ദോശയും ചെമ്മുന് അവിടുത്തെ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മുന്. അപ്പോൾ ചെമ്മു കട്ട്ലറ്റും വടയാണ് കേട്ടോ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഈ നെയ് റോസ്റ്റ്, പിന്നെ മസാല ദോശ, ഉഴുന്ന് വട, അങ്ങനത്തെ ഉഴുന്നിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് ചെമ്മുന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് ഒരു ഐസ്ക്രീം വാങ്ങി തന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയേ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഖലീഫ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഖലീഫക്ക് കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ സ്നാക്സ് വാങ്ങി നേരെ അകത്തേക്ക് കയറി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും തിയേറ്ററിൽ നിന്നാണെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ TV വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പോൾ സിനിമ ഒക്കെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ ലുക്കൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എത്രയോ വയസ്സ് പുറകോട്ട് പോയതുപോലെ തോന്നി കേട്ടോ. പിന്നെ ഈ സീന് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ്. അതാണ് ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ടായത്. ഈ സീന് നമ്മുടെ മുഴപ്പിലങ്ങാട് മൊയ്തു പാലത്തിൻ്റെ പഴയ പാലത്തിൽ നിന്നാണ് കേട്ടോ ഈ സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഫീൽ വന്നു, എന്തോ പ്രൗഡ് മൊമെൻ്റ് അങ്ങനെ എന്തോ എനിക്ക് തോന്നി. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. 1 മാസം എന്തോ അവരത് ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയും കഷ്ടപ്പാട് ഈ ചെറിയൊരു സീനിന് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പാടാണ് അവർ ചെയ്തേക്കുന്നതെന്ന്. ഇത് പിന്നെ
പിറ്റേന്നത്തെ വീടാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്ന് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ഞങ്ങൾക്ക് അവിടെ എത്തുമ്പം തന്നെ വിശക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ പഴം വാട്ടിയതും പിന്നെ ചായയും കുടിക്കാൻ കേട്ടോ. ഞാൻ സാധാ ചായ കുടിക്കലില്ല. ജമ്മുവിന് നോർമൽ കട്ടൻ ചായയും ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് എനിക്ക് വീഡിയോ എടുത്ത് ശീലമില്ല, എനിക്കറിയില്ല. യൂട്യൂബൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു ടൈമിൽ എനിക്കിപ്പോൾ 8 മാസം കഴിയാറായി. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക, ഒരു തിരക്കിൻ്റെ ഇടയിൽ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി നോക്കുമ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ലേറ്റ് ആവും, ഡോക്ടർക്ക് എന്തോ ഡെലിവറിയും അതിൻ്റെ പോലെ തന്നെ വേറെ എന്തോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഡോക്ടർ വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊക്കെ കണ്ടിറങ്ങി കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നു. കുറച്ച് ടയർഡായി പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, പ്രതീക്ഷിക്കാതെ ഇന്ന് PV ചെക്ക് ചെയ്തു. PV ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, എനിക്ക് ഇന്ന് ജസ്റ്റ് ഒരു ചെക്കപ്പ് മാത്രമായിരുന്നു. 8 മാസത്തിൻ്റെ ചെക്കപ്പായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ ഡിസ്ചാർജ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഡോക്ടർ ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ വാട്ടർ ബ്രേക്കേജ് വരാനുള്ള കാരണമാവും. പിന്നെ പെട്ടെന്ന് ഡെലിവറി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനായി കേട്ടോ. അപ്പോൾ PVയും കൂടി ചെയ്തപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. കാരണം ഇത്ര വേദന ഉണ്ടാവും എന്ന് ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷെ PV ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ടെൻഷനായി. അതിൻ്റെ കൂടെ ഈ വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നി കേട്ടോ. അങ്ങനെ PV ഒക്കെ ചെക്ക് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സമയത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഒരു മണിക്കൂർ എന്തോ ടെസ്റ്റിന് റിസൾട്ട് കിട്ടാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ അയ്യോ അഡ്മിറ്റ് ആവേണ്ടി വരുമോ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടർ തന്നെ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനിൽ കുഴപ്പമൊന്നുമില്ല, യൂറിനിൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല, ഇത് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഇൻഫെക്ഷൻ ആയതാണ്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ, അതായത് മരുന്ന് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു അമ്മായി ആളോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു റിസ്ക് ഇല്ലെങ്കിൽ വീട്ടിൽ വരുന്നത് തന്നെയാണ് നല്ലത്, പിന്നെ റിസ്ക് എടുത്തിട്ട് വീട്ടിൽ വരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എടി കുഴപ്പമൊന്നുമില്ല, നീ വീട്ടിൽ വന്നിട്ട് നിനക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അഡ്മിറ്റ് ആവാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആവാൻ നിന്നില്ല. മാത്രമല്ല എൻ്റെ ഒരു സാധനങ്ങളും ബേബീൻ്റെ ഒരു സാധനങ്ങളും ഒന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല. ബേബീൻ്റെ അല്ലെങ്കിൽ പോലും എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ആ PV ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് എൻ്റെ മുഖത്തിൽ നിങ്ങൾ ഇത്രയും ക്ഷീണം തോന്നിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു കേട്ടോ ഗൈസ്. വേറെ ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാണ്, നെക്സ്റ്റ് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ
ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.